ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീദാസൻ യൂണിവേഴ്സിറ്റിയുടെ MCOMനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ യൂണിവേഴ്സിറ്റീസിലൊക്കെ MCOM ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ നോർമൽ ജനറൽ MCOM മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ MCOM വരുന്നുണ്ട്, MCOM FM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ MCOM ബാങ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോഴും നമുക്ക് ഇയർ വൈസാണ് വരുന്നത് എക്സാംസ്. സെമസ്റ്റർ വൈസ് അല്ല, ഇയർ വൈസാണ് വരുന്നത്. ഒരു ഇയറിൽ 5 സബ്ജക്റ്റ്, അങ്ങനെ ടോട്ടൽ നമുക്കൊരു 10 സബ്ജക്റ്റോളമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, MCOM ഇപ്പോൾ BCOM ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണ് MCOM പഠിക്കണം എന്നുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നമ്മൾ തമിഴ്നാട് പോയി പരീക്ഷ എഴുതണം. അപ്പോൾ അത് എല്ലാവരും ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു 5 ദിവസം ഒരു വർഷത്തിലൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കിട്ടുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് നാട്ടിലൊന്നും വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ, ലൈക്ക് ഇപ്പോൾ എല്ലാവരും പറയും IGNOU, അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ പറയുന്നുണ്ടായിരിക്കും. എങ്കിലും നമ്മൾ പാസ്സാവണം എന്നൊരു ഉദ്ദേശത്തിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഒറ്റ ടേക്കിലൊക്കെ തന്നെ പാസ്സാവാം. സപ്ലിമെൻ്ററി ഒന്നും ഇല്ലാതെ അസൈൻമെൻറ്റ് സബ്മിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് MCOM നോർമൽ MCOMൽ ബിസിനസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, മാർക്കറ്റിംഗ്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, മാനേജറിയൽ എക്കണോമിക്സ്, ബിസിനസ് ടൂൾസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇത്ര സബ്ജക്റ്റുകളാണ് നമുക്ക് ഒരു ഫസ്റ്റ് ഇയറിൽ വരുന്നത് കേട്ടോ. രണ്ടാമത്തെ ഇയറിൽ വരുന്നത് HR വരുന്നുണ്ട്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, IT വരുന്നുണ്ട്, തിയറിയും പ്രാക്ടിക്കലും വരുന്നുണ്ട് കേട്ടോ. തിയറിക്ക് 60 മാർക്കും പ്രാക്ടിക്കലിന് 40 മാർക്കുമാണ് വരുന്നത്. പിന്നെ MCOM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഇയർ വരുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ്, പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്, ബിസിനസ് ടൂൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്, ഗ്ലോബൽ ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇത്ര സബ്ജക്റ്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ വർഷം നമുക്ക് HR വരുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു സ്പെഷ്യലൈസേഷനിലും IT ഉണ്ട് കേട്ടോ. അപ്പോൾ തിയറി ഈ പറഞ്ഞ പോലെ തന്നെ 60ഉം പ്രാക്ടിക്കൽ 40ഉമാണ് വരുന്നത്. പിന്നെ MCOM ബാങ്ക് മാനേജ്മെൻറ്റാണ് വരുന്നത്. ബാങ്ക് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഇയർ ബിസിനസ് മാനേജ്മെൻറ്റ്, പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ബിസിനസ് ടൂൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ ബാങ്കിങ് സിസ്റ്റം ആൻഡ് സർവീസസ്. ഇത്ര സബ്ജക്റ്റ് ഫസ്റ്റ് ഇയറിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഇയറിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ബാങ്കിങ്, സെൻട്രൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിങ്, പിന്നെ IT. അപ്പം ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്സൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരും. നമുക്ക് അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോട്ട്സൊക്കെ നമ്മുടെ ചാനലിലൂടെ കൊടുക്കുന്നുണ്ടായിരിക്കും ഇനി മുതൽ. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും MCOM തന്നെയല്ല, എല്ലാ കോഴ്സിനും നമ്മൾ അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭാരതീദാസൻ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്ത നമ്പറിൽ ഒക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അഡ്മിഷൻ എടുക്കണം എന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു.